എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓഫീസ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാം ഡിസംബർ 23 നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. അതിൻ്റെ സിലബസ് എന്താണ്, എത്ര പേര് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, എത്ര വേക്കൻസി ആണുള്ളത്, എന്താണ് ക്വാളിഫിക്കേഷൻ തുടങ്ങിയ എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത് തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത് നമ്മളെ എക്സാം കലണ്ടറാണ്. ഇതിൻ്റെ കാറ്റഗറി നമ്പർ 197/2025 ഓഫീസ് അസിസ്റ്റൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് സ്റ്റേറ്റ് വൈഡ്. അപ്പോൾ ഇത് കിട്ടുന്ന, അതായത് ഹോൾ ടിക്കറ്റ് കിട്ടുന്ന തീയതി എന്ന് പറയുന്നത് 9/12/2025 ആണ്. 23/12/2025 എക്സാം നടക്കുന്നത്. ട്യൂസ്ഡേ ആണ്. അതുകൊണ്ട് തന്നെ 7 മണിക്കായിരിക്കും എക്സാം വരുന്നത്. കൺഫർമേഷൻ കൊടുക്കേണ്ട തീയതി കഴിഞ്ഞിട്ടുണ്ട്. ഒക്ടോബർ 11 വരെയായിരുന്നു. അതിൽ പാർട്ട് 1, 2, 3, 5 ഇംഗ്ലീഷും പാർട്ട് 4, അതായത് ഇതിൽ റീജിയണൽ ലാംഗ്വേജ് മാത്രമേ മലയാളത്തിൽ വരുന്നുള്ളൂ. ബാക്കിയൊക്കെ ഇംഗ്ലീഷിലാണ് വരുന്നത്. നമ്മൾ ഈ ടൈപ്പിസ്റ്റിന് അതേ ആ ഒരു പാറ്റേൺ ആണ് വരുന്നത്. 1 മണിക്കൂർ 30 മിനിറ്റ് ആണ് ടോട്ടൽ. എത്ര പേരാണ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ 24,418 പേരാണ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സിലബസ് ഒന്ന് നോക്കാം. ഇതാണ് സിലബസ് വരുന്നത്. ഓഫീസ് അസിസ്റ്റൻറ്റ് ഇൻ കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കാറ്റഗറി നമ്പർ 197/2025. ടോട്ടൽ മാർക്ക് 100 ആണ്. ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് 10, കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് 40, ടൈപ്പ് റൈറ്റിംഗ് 10, റീജിയണൽ ലാംഗ്വേജ് 20, ജനറൽ ഇംഗ്ലീഷ് 20 ആണ്. അപ്പോൾ ഇതിൽ ജനറൽ നോളജിൽ ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ, ഫാക്ട്സ് അബൌട്ട് കേരള, റിനേസൻസ് ഇൻ കേരള, ഇമ്പോർട്ടൻറ്റ് ഈവൻറ്റ്സ് മൂവ്മെൻറ്റ്സ് ലീഡേഴ്സ്, പിന്നെ കറണ്ട് അഫയേഴ്സ്. പിന്നെ പാർട്ട് 2 40 മാർക്കാണ്. കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ്, വേർഡ് 2007, എക്സൽ 2007, പവർ പോയിൻറ്റ് 2007, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ, ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ്, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, മെമ്മറി, സ്റ്റോറേജ് ഡിവൈസസ്, ലേറ്റസ്റ്റ് പെരിഫറൽസ്, ഇമെയിൽ, ബ്രൗസർ, സെർച്ച് എഞ്ചിൻ, സോഷ്യൽ നെറ്റ്വർക്കിംഗ്, ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ, യൂണിക്കോഡ്, വെബ്സൈറ്റ്, വിൻഡോസ്. MS വേർഡിൽ നമ്മൾ ആ ഒരു സെയിം സിലബസ് ആണ്. ഇൻട്രൊഡക്ഷൻ ഓഫ് എക്സൽ, പവർ പോയിൻറ്റ്, അത്രയാണ്. പിന്നെ ടൈപ്പ് റൈറ്റിംഗ് 10 മാർക്കാണ് വരുന്നത്. ഹിസ്റ്ററി ഓഫ് ടൈപ്പ് റൈറ്റർ, കീസ് ഓഫ് ടൈപ്പ് റൈറ്റർ, പാർട്സ് ഓഫ് ടൈപ്പ് റൈറ്റർ, ക്ലീനിങ് എ ടൈപ്പ് റൈറ്റർ, റോക്കർ മെക്കാനിസം, ഡോഗ് ബ്ലോക്ക്, മൂവ്മെൻറ്റ്സ് ഓഫ് ടൈപ്പ് റൈറ്റർ, ഒഫീഷ്യൽ അബ്രീവിയേഷൻ, ഫങ്ഷൻസ് ഓഫ് ടൈപ്പ് റൈറ്റർ, സിമ്പിൾസ്. റീജിയണൽ ലാംഗ്വേജ് മലയാളം ഏതാണോ സെലക്ട് ചെയ്തിട്ടുള്ളത് 20 മാർക്കാണ്. പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപദം, പര്യായം, വിപരീത പദം, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, സമാന പദം, ചേർത്തെഴുതുക, സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം, പിരിച്ചെഴുതൽ, ഘടകപദം, വാക്യം ചേർത്തെഴുതുക. പിന്നെ ഇംഗ്ലീഷ് വരുന്നത് 20 മാർക്കാണ്. മൊഡ്യൂൾ 1 കോംപ്രിഹെൻഷൻ പാസേജ് ആണ്. മൊഡ്യൂൾ 2 എഡിറ്റിംഗ് ആണ് വരുന്നത്. അതിൽ ക്യാപിറ്റലൈസേഷൻ, പങ്ക്ച്വേഷൻ, സെൻറ്റൻസ് കറക്ഷൻ, സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ് അങ്ങനെയൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇംഗ്ലീഷ് യൂസേജ് ഇൻ ഡേ ടു ഡേ അഫയേഴ്സ്, ഇൻകംപ്ലീറ്റ് സെൻറ്റൻസ്, പിന്നെ ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, വേർഡ് ഓർഡർ ആൻഡ് സെൻറ്റൻസ് ഓർഡർ, ബേസിക് ഗ്രാമർ, ആർട്ടിക്കിൾ, പ്രിപ്പോസിഷൻ, ടെൻസസ്, ക്ലോസസ്, ഫ്രേസൽ വെർബ്സ്. മൊഡ്യൂൾ 7 വോയിസ് ആണ്. ചേഞ്ച് ഓഫ് വോയിസ്, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, റിപ്പോർട്ടർ സ്പീച്ച്, സ്പെൽ ചെക്ക്. ഇത്രയും ടോപ്പിക്സ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ആ ഒരു LD ടൈപ്പിസ്റ്റ് ആ ഒരു സെയിം സിലബസ് ആണ് വരുന്നത്. ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കാം. സ്കെയിൽ ഓഫ് പേ ഇതിൽ കൊടുത്തിരിക്കുന്ന 19,000 മുതൽ 43,600 വരെയാണ്. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ജസ്റ്റ് നോട്ടിഫിക്കേഷൻ ഒന്ന് നോക്കാം. ഈ ഒരു ശമ്പള സ്കെയിലായിരിക്കില്ല നമ്മൾ ആ ഒരു പോസ്റ്റിലേക്ക് കയറുമ്പോൾ കിട്ടുക, അതിനേക്കാളും കൂടുതലായിരിക്കും വരുന്നത്. നമ്പർ ഓഫ് വേക്കൻസി 1 ആണ്. പിന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് +2 ഓർ ഇറ്റ്സ് ഇക്വാലൻ്റ്, ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ലോവർ KGD ഓർ MGD ഓർ ഇറ്റ്സ് ഇക്വാലൻ്റ് ആണ് ഇതിൻ്റെ ഇതായിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ വേക്കൻസീസ് ഇപ്പോൾ നോട്ടിഫിക്കേഷനിൽ 1 ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കാം. ഇവിടെ നോക്കാം, ഒരു ഫ്രഷ് വേക്കൻസി, ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി ഡ്യൂ ഓൺ 1/6/2026, NJD വേക്കൻസി ഉണ്ട്, ഫ്രഷ് NJD. ഇത്രയും വേക്കൻസീസ് ആണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത്രയും വേക്കൻസീസ് സൈറ്റിൽ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഇന്ന് എക്സാം കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഒക്ടോബർ 22 എക്സാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സാമിൻ്റെ
അപ്പോൾ ഇതേ ഒരു സ്ട്രെച്ചിൽ തന്നെ പഠിച്ചു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇനി വരുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അത്രത്തോളം ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കില്ല. ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രതീക്ഷിച്ച് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു പോസ്റ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇന്നത്തെ എക്സാം എഴുതിയതോട് കൂടിയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അത്രത്തോളം എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ല, കുറച്ചൊരു ടഫുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് ഇന്ന് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്ന ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്, പക്ഷെ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് മാക്സിമം അതിൽ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം അതിലുള്ള കണ്ടൻസ് കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ GK പോർഷൻസ് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ആ ഒരു സിലബസിലുള്ള GK പോർഷൻസ് നന്നായിട്ട് പഠിക്കുക. അതൊന്ന് പുറത്തേക്ക് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, ആ ഒരു GKൻ്റെ പാർട്ട് കൂടി മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഒരു മാർക്കായിരിക്കും വരുന്നത്. അപ്പോൾ ആർക്കെങ്കിലും കോഴ്സിലേക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓൾറെഡി ഞാനിപ്പോൾ ഒക്ടോബർ 22-ാം തീയതിക്ക് എടുത്തിട്ടുള്ള ആ ഒരു കോഴ്സ് ഉണ്ട്, അതിലേക്ക് ജോയിൻ ചെയ്യുക. പുതിയ ക്ലാസ്സുകളൊന്നും ഉണ്ടാവില്ല. അതിലേക്ക് വരുന്ന OMR എക്സാമുകൾ 11 ഉണ്ട്. പിന്നെ അതുകൂടാതെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്, ടൈപ്പ് റൈറ്റിംഗ്, ഇതിൻ്റെ വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു പ്രത്യേക സെഷൻസ് ഉണ്ട്. പിന്നെ നോട്ടുകൾ എഴുതേണ്ട ആവശ്യമില്ല, PDF നോട്ട്സ്, റെക്കോർഡഡ് ക്ലാസ്സുകൾ, അതുപോലെ പോളുകൾ, ഇതൊക്കെ ഫുള്ള്, അതായത് ആ ഒരു ഫുൾ കോഴ്സാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. 200 രൂപയാണ് ഫീസ് വരുന്നത്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം. പുതിയ ക്ലാസ്സുകൾ എടുക്കുന്നതല്ല, ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത കോഴ്സാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പഠിക്കാൻ കഴിയും. അതിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അതുകൂടാതെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കിട്ടും. പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ക്ലാസ്സുകളും ഉണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ക്ലാസ്സുകൾ വരുന്നത്. റെക്കോർഡഡ് ക്ലാസ്സും PDF നോട്ട്സാണ്. 200 രൂപ മാത്രമേ ഉള്ളൂ ഫീസ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.